G-Sheet-ലൂടെ ടീച്ചർ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന വർക്കുകൾക്ക് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റിനെ പ്രതികരിക്കുന്നതിൻ്റെ മറ്റൊരു രീതിയാണ് ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് വർക്കിൽ നമുക്ക് നമ്മൾ നൽകാത്ത റീപ്ലൈ ചെയ്യാത്ത വർക്കുകൾ ആക്റ്റീവായിട്ട് കാണാൻ പറ്റും. ഇവിടെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള 3 അസൈൻമെൻറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. ആൻസർ ദി ഫോളോയിങ് എന്ന ടൈറ്റിലുള്ള അസൈൻമെൻ്റാണ് ഇവിടെ പെൻഡിങ്ങിലുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ വർക്കിന് എങ്ങനെ ടീച്ചർക്ക് പ്രതികരണം നൽകാമെന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആൻസർ ദി ഫോളോയിങ് എന്ന ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റെഡി ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ് ദി ഗിവൺ നോട്ട്സ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നോട്ട്സ് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാനും അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ അത് PDF ആവാം, ചിലപ്പോൾ വീഡിയോസ് ആവാം. അപ്പോൾ ഇവിടെ നോട്ടിൽ നൽകിയിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റിൽ ഇമേജ് നൽകിയിട്ടുള്ളത് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എന്ന ക്വസ്റ്റ്യനും അതിൻ്റെ സൊല്യൂഷനുമാണ്. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് കുറിച്ച് വെക്കാവുന്നതാണ്. ശേഷം ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 500 നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 500 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടെത്താനും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചെയ്തതിന് ശേഷം, അതായത് നോട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുകയും ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യുകയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈ വർക്ക് നോട്ടിൽ ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് റീഡ് ചെയ്ത് നോട്ട് എഴുതിയതിന് ശേഷം ഇത് ബാക്ക് അടിച്ച് നമുക്ക് താഴെ കാണുന്ന യുവർ വർക്ക് പ്ലസ് ആഡ് വർക്ക് എന്ന ഭാഗത്ത് ഈ പിങ്ക് കളറിൽ കാണുന്ന, ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിൽ ഡീഫോൾട്ടായിട്ടുള്ള കളറാണ് പിങ്ക്. അപ്പോൾ ഈ ആഡ് വർക്കിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡ്രൈവ്, ക്യാമറ, സ്കാനർ, അപ്ലോഡ്, ലിങ്ക്, ക്രിയേറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് സ്കാനർ എങ്ങനെ ഉപയോഗിക്കുക എന്നതായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി എൻ്റെ ഗാലറിയിൽ ഈ നോട്ട്സ് എഴുതി ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ അപ്ലോഡ് എന്ന ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഇമേജസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ 2 ഇമേജസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇമേജാണ് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് 2 പേജ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ അത് സെലക്റ്റായി. ദെൻ സെക്കൻഡ് വൺ മുകളിൽ റൈറ്റിൽ കാണുന്ന ഓപ്പൺ ബട്ടണിൽ അമർത്തുന്നു. അപ്പോൾ ഈ 2 ഇമേജസും നമ്മുടെ ഈ വർക്കിൻ്റെ ഭാഗത്തേക്ക്, യുവർ വർക്കിലേക്ക് ആഡ് ആവുന്നത് കാണാൻ പറ്റും. അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫയൽസ് അറ്റാച്ച്ഡ് എന്ന കമൻറ്റോടുകൂടി അത് അപ്ലോഡ് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാം. ശേഷം താഴെ കാണുന്ന ഹാൻഡ് ഇൻ ഓർ ടേൺ ഇൻ എന്നീ 2 രീതികളിലാണ് ഐക്കൺ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ടീച്ചേഴ്സിന് വർക്ക് സബ്മിറ്റ് ആവുള്ളൂ. ഹാൻഡ് ഇൻ ബട്ടണിൽ അമർത്തുന്ന സമയത്ത് വീണ്ടും ഒരു വിൻഡോ പ്രത്യക്ഷമാവും. ഇപ്പോൾ ക്യാൻസൽ ഹാൻഡ് ഇൻ എന്നീ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ വർക്ക് ടീച്ചർക്ക് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വർക്ക് സബ്മിറ്റഡ് എന്ന കമൻറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ശേഷം ഈ സബ്മിറ്റ് ചെയ്ത വർക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അൺസബ്മിറ്റ് ബട്ടൺ അമർത്തി റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് വർക്കുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന 2 ഓപ്ഷൻസാണ്. ഒന്ന് സ്കാനർ, അതേപോലെ അപ്ലോഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥികൾ സമയബന്ധിതമായി
വർക്കുകളൊക്കെ അധ്യാപകർക്ക് സബ്മിറ്റ് ചെയ്ത് നല്ല കുട്ടികളായി ഉയരങ്ങൾ കീഴടക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.